മകൻ്റെ ED നോട്ടീസ് സംബന്ധിച്ച് വിചിത്രമായ പ്രതികരണവും മറുപടിയുമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. യഥാർത്ഥത്തിൽ കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും വളരെ പ്രാധാന്യത്തോടുകൂടി റിപ്പോർട്ട് ചെയ്ത ആധികാരികമായൊരു വാർത്തയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൻ വിവേക് കിരണ് EDയുടെ നോട്ടീസ് ഇഷ്യൂ ചെയ്തിരുന്നു എന്നും അതിനുശേഷം എന്ത് സംഭവിച്ചു എന്നറിയില്ല എന്നും. അതിനോട് പ്രതികരണമായി മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത് അങ്ങനെയൊരു നോട്ടീസ് ഞങ്ങൾക്ക് കിട്ടിയില്ലല്ലോ എന്നുള്ളതാണ്. ഞാൻ ഈ ഘട്ടത്തിൽ പറയാനുള്ളത്, മകന് ക്ലിഫ് ഹൗസിൽ എത്ര മുറിയുണ്ടെന്ന് അറിയാമോ എന്നുള്ളതല്ല ഞങ്ങൾക്ക് അറിയേണ്ട കാര്യം. നിങ്ങളുടെ മകന് നേരെ ED നോട്ടീസ് അയച്ചിരുന്നോ ഇല്ലയോ? നോട്ടീസ് ഇല്ലെങ്കിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് അങ്ങ്. അങ്ങയുടെ മകനെതിരെയാണ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പത്രമാധ്യമ സ്ഥാപനം ഇത്രയും ഗൗരവമുള്ളൊരു വാർത്ത പ്രസിദ്ധീകരിച്ചത്. മകന് നോട്ടീസ് ED അയച്ചിട്ടില്ല, അങ്ങനെ ഒരു സംഭവമില്ല എന്ന് ഉറപ്പുണ്ട് എങ്കിൽ മലയാള മനോരമയ്ക്കെതിരെ മാനനഷ്ട കേസ് കൊടുക്കാൻ അങ്ങ് തയ്യാറാകണം. കാരണം അങ്ങ് പറഞ്ഞല്ലോ, മക്കളെ പ്രതി ഒട്ടും ഒരു അല്ലെങ്കിൽ ഒട്ടും ഒരു പ്രയാസം ഉണ്ടാകേണ്ടി എനിക്ക് വന്നിട്ടില്ല. മക്കളെ പ്രതി അഭിമാനം മാത്രമേ ഉള്ളൂ. മക്കളാരും അധികാരത്തിൻ്റെ ഇടനാഴിയിലൂടെ നടന്നിട്ടില്ല. മക്കൾ തെറ്റായിട്ടുള്ളൊന്നും പ്രവർത്തിച്ചില്ല എന്ന് കേരളത്തിന് മുമ്പിൽ അങ്ങയുടെ മക്കളെക്കുറിച്ച് വളരെ ഇതായിട്ട് പറഞ്ഞല്ലോ. അങ്ങനെയുള്ള ഒരു മകനെക്കുറിച്ച് ഈ നിലയിലൊരു മാധ്യമ സ്ഥാപനം, അതിന് പിന്നാലെ മറ്റ് മാധ്യമങ്ങളും അതുമായി ബന്ധപ്പെടുകയും മകൻ്റെ ഇംഗ്ലണ്ടിലെ വിദ്യാഭ്യാസത്തിന് പണം നൽകിയത് ലാവലിൻ കമ്പനിയാണെന്ന് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തപ്പോൾ അങ്ങ് ഇതുപോലെ വന്ന് മകന് ക്ലിഫ് ഹൗസിലെ മുറി എത്രയുണ്ടെന്ന് അറിയില്ല എന്ന് പറഞ്ഞ് പോകേണ്ട ആളല്ല അങ്ങ് അഭിമാനം കൊള്ളുന്ന മക്കളുടെ അഭിമാനം സംരക്ഷിക്കാനുള്ള ബാധ്യതയും ഉത്തരവാദിത്വവും അങ്ങേക്കില്ലേ? അങ്ങനെയെങ്കിൽ മുഖ്യമന്ത്രി എന്ന നിലയിൽ ഈ വാർത്ത തെറ്റാണ് എന്ന് നിഷേധിച്ച് അടിസ്ഥാനരഹിതമാണ്, അല്ലെങ്കിൽ വ്യാജമാണ്, കളവായ വാർത്തയാണ്, എൻ്റെ മക്കളെ തേജോവധം ചെയ്യാൻ വേണ്ടി ഇതുപോലുള്ള വാർത്ത പ്രസിദ്ധീകരിച്ച മാധ്യമങ്ങൾക്കെതിരെ അങ്ങ് നടപടി എടുക്കാൻ തയ്യാറാകണം. അതില്ല എങ്കിൽ അങ്ങ് പയർ എത്ര എന്ന് ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ അരി എത്ര എന്ന് ചോദിക്കുമ്പോൾ പയർ അഞ്ഞാഴി എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്ന പോലുള്ള ഡയലോഗുകളൊന്നും കൊണ്ട് കേരളത്തിലെ ജനങ്ങളെ കബളിപ്പിക്കാമെന്ന് ധരിക്കരുത്. മകളെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പുഞ്ചിരിയോടെ നേരിട്ടു എന്ന് അങ്ങ് പറഞ്ഞല്ലോ. അത് ഏറ്റവും നന്നായി മനസ്സിലാക്കിയ, ഏറ്റവും നന്നായി ബോധ്യമുള്ള ആളാണ് ഞാൻ. അതുകൊണ്ട് അങ്ങ് പറഞ്ഞ കാര്യങ്ങളിൽ അങ്ങേക്ക് ആത്മാർത്ഥതയുണ്ട് എങ്കിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണോ ഞങ്ങൾ വിശ്വസിക്കേണ്ടത്, മലയാള മനോരമയും മാതൃഭൂമിയും അടക്കമുള്ള അല്ലെങ്കിൽ മറ്റ് ഈ ചുറ്റും നിൽക്കുന്ന ഈ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത വാർത്തയാണോ കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കേണ്ടത് എന്ന് അങ്ങയുടെ ഇന്നലത്തെ പ്രസ്താവനയിൽ നിന്നും കേരളം തീരുമാനിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങ് മക്കളെക്കുറിച്ചുള്ള അഭിമാനം പറഞ്ഞ് മാത്രം മതിയാക്കാതെ ഇവർ പറഞ്ഞത് തെറ്റാണ് എങ്കിൽ, മാധ്യമങ്ങളുടെ റിപ്പോർട്ട് തെറ്റാണ് എങ്കിൽ, അങ്ങയുടെ മകനെതിരെ ഒരു ED നോട്ടീസും ഇതുവരെ ഉണ്ടായിട്ടില്ല എങ്കിൽ അതിനെതിരെ നടപടി സ്വീകരിക്കാൻ തയ്യാറാണ്. അതല്ല, ED നോട്ടീസ് ഉണ്ടായിരുന്നു, ഉണ്ടായിട്ട് ഇപ്പോഴില്ലാതായതാണ് എങ്കിൽ അതെങ്ങനെ ഇല്ലാതായി എന്നുകൂടി പറയാനുള്ള മാന്യത, മര്യാദ അല്ലെങ്കിൽ ഒരു ധാർമ്മിക ബോധം അങ്ങ് കാണിക്കണമെന്നാണ് എനിക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. ഇത് സംബന്ധിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം, ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് പറയാം. അതെ, അപ്പം ഞാൻ പറഞ്ഞേ ED വേട്ടയാടിയിട്ടില്ല, അല്ലെങ്കിൽ ഈ കാര്യത്തിലൊരു ക്ലാരിറ്റി വേണം. ഒന്നുകിൽ ED നോട്ടീസ് അയച്ചു, ED നോട്ടീസ് അയച്ചിട്ട് പിന്നീട് നടപടി ഉണ്ടായില്ല, അതല്ലെങ്കിൽ അങ്ങനെ ഒരു നോട്ടീസ് ഉണ്ടായിട്ടില്ല എന്ന്. ഇത് വേറെ ആരെക്കുറിച്ചും അല്ലല്ലോ, ഒരു കേരളത്തിലെ ഒരു സാധാരണ പൗരനെ കുറിച്ചല്ലല്ലോ, മുഖ്യമന്ത്രിയുടെ മകനെക്കുറിച്ചാണ്. അല്ലെങ്കിൽ അദ്ദേഹം ആർജവത്തോടുകൂടി പറയണം, ഇങ്ങനെയൊരു നോട്ടീസ് എൻ്റെ മകന് ഉണ്ടായിട്ടില്ല, നിങ്ങൾ പ്രസിദ്ധീകരിച്ചത് വ്യാജമായ തെറ്റായ വാർത്തയാണ് എന്ന് നിഷേധിക്കാൻ തയ്യാറാണ്. അതല്ല, അദ്ദേഹം ഇതുവരെ തയ്യാറായിട്ടില്ല. ഇന്നലത്തെ പ്രസ് കോൺഫറൻസ് ഞാൻ വിചാരിച്ചത് അങ്ങനെ ഒരു നോട്ടീസ് ഇല്ലെങ്കിൽ, ഇപ്പോൾ നമ്മുടെ കുടുംബത്തിൽ ആരെക്കുറിച്ചെങ്കിലും അങ്ങനെ ഇല്ലാത്തൊരു വാർത്ത വന്നാൽ ഈ നിലയിലാണ് നമ്മൾ പറയുക. തീർച്ചയായിട്ടും അത് വ്യാജ വാർത്തയാണെന്നും തെറ്റാണെന്നും തെറ്റാണെന്ന് നിശ്ചയിച്ചിട്ടുണ്ട്. വ്യാജ വാർത്തയെന്ന് പറഞ്ഞിട്ടുണ്ടോ അദ്ദേഹം? എന്ന് പറഞ്ഞു കണ്ടില്ല. പക്ഷേ മകന് ക്ലിഫ് ഹൗസിലെ മുറി എത്രയാണെന്ന് അറിയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് പ്രസക്തമായ, ഞാൻ നമ്മളെ ബാധിക്കുന്ന കാര്യം. കിട്ടിയിട്ടില്ല എന്ന് പറയുന്നതും ED നോട്ടീസ് ഇഷ്യൂ ചെയ്തിട്ടില്ല എന്ന് പറയുന്ന വ്യത്യാസമാണ്.
അദ്ദേഹം കോൺഫിഡൻ്റായി പറയണം എൻ്റെ മകനെതിരെ ED സമൻസ് അയച്ചിട്ടില്ല എന്ന് പറയാൻ. കാരണം ഇന്നും വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ഇത് സാധാരണ ഒരാളെക്കുറിച്ചല്ലല്ലോ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ മകനെക്കുറിച്ചാണ്. സോ ഇറ്റ്സ് നോട്ട് ദാറ്റ് സിമ്പിൾ ആൻഡ് ലൈറ്റ്. അദ്ദേഹത്തിന് വെറുതെ മറ്റ് കഥകൾ പറഞ്ഞ് ആലങ്കാരിക കാര്യങ്ങൾ പറഞ്ഞ് ഒഴിയാൻ കഴിയുന്നതല്ല. നിങ്ങളുടെ മകനും മകളും ED നോട്ടീസിന് നേരിട്ടിട്ടുണ്ട് എന്ന് ഞാൻ പറയുന്നു. നിങ്ങളുടെ മകനും മകളും EDയുടെ നോട്ടീസിന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ അതെങ്ങനെ സെറ്റിൽ ചെയ്തു, എന്തായി, എവിടെയായി, അന്വേഷണം മുന്നോട്ട് പോയില്ല, നിങ്ങളുടെ മകനും മകൾക്കും എതിരെ നടപടി ഉണ്ടായില്ല, അതൊക്കെ എങ്ങനെ സംഭവിച്ചു, എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് നമുക്ക് അന്വേഷിക്കേണ്ടി വരും. അല്ലെങ്കിൽ അതാരെയും പറയേണ്ടത്, അത് അങ്ങാണ് പറയേണ്ടത്. അങ്ങാണ് കേരളത്തോട് പറയേണ്ടത് എൻ്റെ മകനും മകൾക്കും എതിരെ ഉണ്ടായ അന്വേഷണത്തിൽ എന്താണ് സംഭവം. അല്ലെങ്കിൽ കോൺഫിഡൻ്റായി പറയണം എൻ്റെ മകനോ മകൾക്കോ എതിരെ ഒരു ഏജൻസിയും നോട്ടീസ് അയച്ചിട്ടില്ല, സമൻസ് അയച്ചിട്ടില്ല എന്ന് കോൺഫിഡൻ്റായി പറയണം. അതല്ലാതെ മറ്റു കാര്യങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറാമെന്ന് ശ്രമിക്കരുതെന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. കിട്ടിയിട്ടൊന്നുമില്ല. മകനും മകളും ED അന്വേഷണം നേരിടേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഞാൻ ഈ ഘട്ടത്തിൽ പറയുന്നത്. നോട്ടീസ് അയച്ചിട്ടുണ്ട് എന്നാണ് ഞങ്ങൾക്ക് കിട്ടുന്ന വിവരവും ബോധ്യവും. CPM നേതാക്കന്മാർ എന്ത് നേതാക്കന്മാരുടെ പ്രതികരണത്തെക്കുറിച്ച് എന്തിനു പറയണു? അഖിലേന്ത്യാ സെക്രട്ടറി ആയിരിക്കുന്ന MA ബേബിയുടെ പ്രതികരണം, അദ്ദേഹം ഒരു സ്വാഭാവിക പ്രതികരണം നടത്തിയത് അങ്ങേർക്ക് പോലും പിന്നെ പിറ്റേ ദിവസം പിൻവലിക്കണം. അതാണ് CPMലെ അവസ്ഥ. അഖിലേന്ത്യാ സെക്രട്ടറിയുടെ അവസ്ഥ ഇതാണെങ്കിൽ പിന്നെ ഈ നാട്ടിലെ CPM നേതാക്കന്മാരെ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? അതുകൊണ്ട് ഞാനിനി കേരളത്തിലെ CPM നേതാക്കന്മാർക്ക് ആർജവുമില്ല, കേരളത്തിലെ CPM നേതാക്കന്മാർക്ക് തൻ്റെ ഇടമില്ല എന്ന് പറയുന്ന പരിപാടി ഞാൻ നിർത്തി. കാരണം അഖിലേന്ത്യാ സെക്രട്ടറിയുടെ സ്ഥിതി ഇതാണെങ്കിൽ പിന്നെ സംസ്ഥാന നേതാക്കളുടെ കാര്യം പറയേണ്ട കാര്യമില്ല. ഇതിൽ SNC ലാബിലുമായി ബന്ധപ്പെട്ട് നേരത്തെ മുഖ്യമന്ത്രിയെ പിണറായി വിജയനെ നേരത്തെ CBI കോടതിയും അതോടൊപ്പം തന്നെ പിന്നീട് ഹൈക്കോടതിയും ഒക്കെ കുറ്റമുക്തനാക്കി. പിന്നീടാണ് ഇപ്പോൾ സുപ്രീം കോടതി വന്നേക്കുന്നത്. അതോടൊപ്പം തന്നെ കേരളത്തിൽ UDF സർക്കാർ ഉണ്ടായപ്പോഴും കേന്ദ്രത്തിൽ UPA സർക്കാർ ഭരിച്ചപ്പോഴും ഒക്കെ തന്നെ ഈ അന്വേഷണമൊക്കെ നടന്നതല്ലേ? അപ്പം അതിനപ്പുറത്തേക്ക് എന്തായിരിക്കും അതിൽ പുതുതായിട്ട് വന്നിട്ടുണ്ടാവുക എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? അല്ല, ഒന്നുമില്ല. ഇപ്പോൾ വന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ മകൻ ഇംഗ്ലണ്ടിൽ പഠിച്ചല്ലോ. ഇംഗ്ലണ്ടിൽ പഠിച്ചതിന് ലക്ഷങ്ങൾ, ദശലക്ഷങ്ങൾ ചെലവഴിക്കേണ്ടി വന്നിട്ടുണ്ട്. ഒരുപക്ഷെ 10, 30, 40 ലക്ഷം രൂപ അന്നത്തെ കാലത്ത് ചിലവായിട്ടുണ്ടാകാം. സ്വാഭാവികമായിട്ടും നമ്മൾ ചിന്തിക്കുമ്പോൾ അന്ന് പിണറായി വിജയൻ മുഖ്യമന്ത്രിയല്ല, അന്ന് അദ്ദേഹം സാധാരണഗതിയിൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അഫിഡവിറ്റും ഒക്കെ ചേർത്ത് പരിശോധിച്ചാൽ മുഖ്യമന്ത്രിയുടെ മകൻ്റെ വിദ്യാഭ്യാസത്തിന് ലാവ്ലിൻ കമ്പനി സഹായിച്ചു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു. അപ്പോൾ അദ്ദേഹം സ്വാഭാവികമായിട്ടും പറയണ്ടേ, എൻ്റെ മകന് ഇംഗ്ലണ്ടിൽ പഠിക്കാൻ ഞാൻ 10-40 ലക്ഷം രൂപ മുടക്കിയതിൻ്റെ സോഴ്സ് ആരെങ്കിലും ചോദിച്ചാൽ മറുപടി പറയാൻ അദ്ദേഹം ബാധ്യസ്ഥനല്ലേ? എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം, എൻ്റെ പൊതുപ്രവർത്തനം കളങ്കരഹിതമായിരുന്നു എന്ന് അങ്ങ് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. സ്പീക്കിംഗ് തിങ്സ് ആർ ദെയർ. അങ്ങയുടെ മകൻ ഇംഗ്ലണ്ടിൽ വിദ്യാഭ്യാസം നടത്തിയതിന് എത്ര രൂപ ചിലവായി, ആരെങ്കിലും പണം മുടക്കിയോ, അങ്ങ് അന്നത് കൊടുത്തു എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ വരുമാനത്തിൻ്റെ സ്വാഭാവികമായിട്ടും ആളുകൾ ചോദിക്കും. അന്നേരം അസ്വസ്ഥപ്പെട്ടിട്ട് കാര്യമില്ല. അതല്ലെങ്കിൽ അത് ഞാൻ പറഞ്ഞു, കോൺഫിഡൻ്റായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇന്നലെ എൻ്റെ മകനും മകൾക്കും നേരെ EDയുടെ നോട്ടീസ് ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ അന്വേഷണം ഉണ്ടായിട്ടില്ല എന്ന് ആർജവത്തോടെ അങ്ങേക്ക് പറയാൻ കഴിയാത്ത എന്തുകൊണ്ടാണ്? അല്ലാണ്ട് എനിക്ക് കിട്ടിയിട്ടില്ല, ക്ലിഫ് ഹൗസിൽ വന്നിട്ടില്ല, ലഭിച്ചിട്ടില്ല, ക്ലിഫ് ഹൗസിലെ മുറി എത്രയെന്ന് അറിയില്ല, ഈ നിലയിലുള്ള വഴകുഴമ്പൻ മറുപടി കേൾക്കുമ്പോൾ തന്നെ അറിയാം വേർ യു സ്റ്റാൻഡ്. യാ 2023 നോട്ടീസിനെ കുറിച്ച് ഇപ്പോൾ പറയുന്നു എന്നാണ് പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, എൻ്റെ മുമ്പിൽ നിൽക്കുന്ന നിങ്ങളെല്ലാവരും റിപ്പോർട്ട് ചെയ്തൊരു വാർത്തയുണ്ട്, നിങ്ങൾ മറന്നുപോയെന്ന് എനിക്കറിയില്ല. മാത്യു കുഴൽനാടന് ED നോട്ടീസ് ലഭിച്ചേക്കുന്നു, ഓർമ്മയുണ്ടോ? മാത്യു കുഴൽനാടനെതിരെ ED അന്വേഷണം. എനിക്കിതുവരെ നോട്ടീസ് കിട്ടിയിട്ടില്ല. എനിക്കെതിരെ അന്വേഷണം ഉണ്ടോ എന്ന് അറിയില്ല. എനിക്കെതിരെ നോട്ടീസ് കിട്ടുന്നതിന് മുമ്പ്, അതല്ലെങ്കിൽ കേരളത്തിലെ നിരവധിയായിട്ടുള്ള സംഭവങ്ങളിൽ ED നോട്ടീസ് അയക്കുന്നതിന് മുമ്പ് മാധ്യമങ്ങളിലും മറ്റു കാര്യങ്ങളിലും പൊതുവായി വരുന്ന കാര്യം, 2023 ഒരു നോട്ടീസ് അയച്ചിട്ട് ഇതുവരെ ഈ ഭൂലോകത്ത് മറ്റാർക്കും അറിയാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? 2023 നോട്ടീസ് ഉണ്ടോ ഇല്ലയോ എന്നത് ഇപ്പോഴും സംശയമാണല്ലോ. ഒന്നല്ലെങ്കിൽ കോൺഫിഡൻ്റായി മുഖ്യമന്ത്രിയെ ഡിനൈ ചെയ്യണം, ദർ ഇസ് നോ നോട്ടീസ്, ദർ ഇസ് നോ സമൻസ് അഗൈൻസ്റ്റ് മൈ സൺ.
എന്ന് പറയാൻ തയ്യാറാണ്. മറ്റ് കാര്യങ്ങളൊന്നും പ്രസക്തിയുള്ള കാര്യങ്ങളല്ല. എൻ്റെ മകൾക്കെതിരെ ദർ ഇസ് നോ നോട്ടീസ്, നോ സമൻസ് എഗനിസ്റ്റ് മൈ ഡോട്ടർ എന്ന് പറയാൻ തയ്യാറാണ്. അത് അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഇത് മുഖ്യമന്ത്രിയുടെ മകന്റെ വിദ്യാഭ്യാസ ചെലവ് അങ്ങനെ വഹിച്ചു എന്നൊരു ആരോപണം ഉന്നയിക്കുമ്പോൾ, ഈ വിവാദം നടക്കുമ്പോൾ, ഈ കരാർ നടക്കുന്ന സമയത്ത് മുഖ്യമന്ത്രിയുടെ മകന് ചെറിയ പ്രായമേ ഉണ്ടാവുള്ളൂ, ഒരു 10-11 വയസ്സേ ഉണ്ടാവുള്ളൂ. അപ്പം അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷം ഇതൊക്കെ കേസെടുത്ത് അന്വേഷണം നടക്കുന്ന വേളയിൽ ഈ SNC ലാവലിൻ കമ്പനി ഇത്തരത്തിൽ സഹായിച്ചു എന്നാണോ പറയുന്നത്? SNC ലാവലിനുമായിട്ടുള്ള ബന്ധം അന്നുകൊണ്ട് അവസാനിച്ചു എന്നാണ് അങ്ങ് ധരിക്കുന്നത്. SNC ലാവലിനും പിണറായി വിജയനുമായി അല്ലെങ്കിൽ ഇവരുമായിട്ടുള്ള ബന്ധം അന്ന് അവസാനിച്ചു എന്നാണ്. ഞാൻ ഒരു കാര്യം കൂടി പറയാം. മസാല ബോണ്ട് ലിസ്റ്റ് ചെയ്ത മസാല ബോണ്ട് ഞങ്ങൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. കിഫ്ബിയുടെ മസാല ബോണ്ട് ലിസ്റ്റ് ചെയ്തത് മുഴുവൻ വാങ്ങിയത് SNCയുടെ സബ്സിഡറി കമ്പനിയാണ് എന്ന് നിരവധി വട്ടം ഞങ്ങൾ പറഞ്ഞു. അതുമായി ബന്ധപ്പെട്ട് ഞാൻ നൽകിയ വിവരാവകാശ അപേക്ഷ ആരാണ് വാങ്ങിയത് എന്ന് ഡിസ്ക്ലോസ് ചെയ്യാൻ കഴിയില്ല എന്ന മറുപടിയാണ് കേരള സർക്കാർ പറഞ്ഞത്. ഇനി ഇങ്ങനെ ഒരു ആരോപണം വരുന്ന പശ്ചാത്തലത്തിൽ കേരളം ഇഷ്യൂ ചെയ്ത മസാല ബോണ്ട് SNC ലാവലിൻ്റെ സബ്സിഡറി കമ്പനിയാണോ വാങ്ങിയത് എന്നതെങ്കിലും മുഖ്യമന്ത്രി പറഞ്ഞില്ലെങ്കിൽ അതല്ലെങ്കിൽ അല്ല. ഇപ്പം ഞാനിപ്പോൾ സംശയാസ്പദമായി എനിക്കുള്ളൊരു സംശയമാണെന്ന് കൂട്ടിക്കോ, അല്ലെങ്കിൽ കേരളത്തിലെ എന്നെപ്പോലുള്ള പൗരന്മാർക്കുള്ള സംശയമാണെന്ന് കൂട്ടിക്കോ, അത് ക്ലാരിഫൈ ചെയ്യാൻ കേരളത്തിൻ്റെ ധനമന്ത്രിയിൽ തയ്യാറാവണം. അല്ലെങ്കിൽ കേന്ദ്രം പറയണം. കാരണം ഇവിടെ നിന്ന് ഇഷ്യൂ ചെയ്തൊരു ഇൻ്റർനാഷണൽ ബോണ്ടാണല്ലോ. അത് വാങ്ങിയ കമ്പനി ആരാണ്? കേരളം ഇഷ്യൂ ചെയ്ത മസാല ബോണ്ട് വാങ്ങിയ കമ്പനി ഏതാണ് എന്ന് കേരളത്തിലെ ജനങ്ങളോട് ഡിസ്ക്ലോസ് ചെയ്യുന്നത് എന്താണ് തെറ്റ്? എന്താണ് കുഴപ്പം? അതിപ്പോൾ ഓൾറെഡി റീപേ ചെയ്യുകയും ചെയ്തു. അത് പറയട്ടെ. സോ ഡോണ്ട് തിങ്ക് ദാറ്റ് ടൈം ഇൻ SNC ലാവലിനുമായിട്ടുള്ള ബന്ധം അന്നുകൊണ്ട് എല്ലാം അവസാനിച്ചു എന്ന് ധരിക്കണ്ട. അതല്ലല്ലോ, ഇ ഡി സമൻസ് അയച്ചിട്ട് ഒരാൾ ഹാജരായിട്ടില്ല എങ്കിൽ, ആ നോട്ടീസ് സ്റ്റിൽ പെൻഡിങ് ആണെങ്കിൽ എന്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല, എന്തുകൊണ്ട് നടപടി ഉണ്ടാകുന്നില്ല എന്ന് മറുപടി പറയേണ്ടത് കേന്ദ്ര സർക്കാരും കേന്ദ്ര ധനമന്ത്രാലയവും കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാരും ഒക്കെയാണ്. അവരൊക്കെ മൗനമല്ലേ? അല്ല, നമുക്കറിയില്ലല്ലോ വാട്ട് ഈസ് ദ സ്റ്റാറ്റസ്, വാട്ട് ഈസ് ദ സ്റ്റേറ്റ്സ് എന്ന്. അല്ല, അങ്ങനെ ഞങ്ങൾ ആവശ്യപ്പെടേണ്ട കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അല്ല, ഈ പൂർണ്ണമായും ED വിഷയം അത് ഞാൻ പറഞ്ഞുതരാം. പ്രതിപക്ഷത്തെ ED വേട്ടയാടാറുണ്ട്. EDയുടെ പലപ്പോഴും നമ്മൾ കാണുന്ന കാഴ്ച, ED വേട്ടയാടുന്നതിന് പിന്നാലെ വരുന്ന പൊളിറ്റിക്കൽ നെഗോസിയേഷന് വഴങ്ങുന്നവർക്ക് ED കേസ് മുന്നോട്ട് പോകാറില്ല. വഴങ്ങാത്തവർക്കെതിരെ, അതാണ് നിങ്ങൾ ഈ പറയുന്ന പ്രതിപക്ഷം, വഴങ്ങാത്തവരെ വീണ്ടും ED വേട്ടയാടുകയും അവർക്കെതിരെ നടപടി സ്വീകരിക്കുകയും അവരെ അറസ്റ്റ് ചെയ്യുകയും അവരെ ജയിലിലിടുകയും ചെയ്യും. അപ്പോൾ EDയുടെ ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ള രീതി എന്ന് പറയുന്നത്, ED കേസുകൾ ഇനീഷ്യേറ്റ് ചെയ്യും, അതിൻ്റെ പേരിൽ നെഗോസിയേഷൻ ഉണ്ടാവും, വഴങ്ങിയാൽ ഒരുപക്ഷെ നോട്ടീസുകൾ പിൻവലിക്കപ്പെടുകയോ സമൻസുകൾ ഇല്ലാതാവുകയോ തുടർ നടപടികൾ ഉണ്ടാവാതെ പോവുകയോ ചെയ്യും. പക്ഷേ EDക്ക് വഴങ്ങാത്തവർക്കെതിരെ ജയിലും അറസ്റ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവാറുണ്ട്. അതാണ് പലപ്പോഴും കോൺഗ്രസ് പറഞ്ഞിട്ടുള്ളത് ED പ്രതിപക്ഷത്തെ വേട്ടയാടുന്നു എന്ന് പറയുന്നത്. ഇവിടെ വേട്ടയാടലില്ലല്ലോ. പിണറായി വിജയൻ്റെ മകളും സേഫ് അല്ലേ? അല്ല, വി നീഡ് ടു റീഡ് ഇൻ ബിറ്റ്വീൻ. അതോടൊപ്പം തന്നെ ഈ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പം വലിയ വിവാദങ്ങൾ പാർട്ടിയിൽ നടക്കുന്നുണ്ട്. അപ്പം ഈ അർഹതപ്പെട്ട ആളുകളെ അവഗണിച്ചു എന്നൊരു തോന്നലുണ്ടോ? ഇല്ല, യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ച് കുറച്ച് വൈകിയാണെങ്കിലും ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ ഇപ്പോൾ ലീഡർഷിപ്പിനെ പ്രഖ്യാപിച്ചപ്പോൾ വളരെ നല്ല ഒരു തീരുമാനമായിട്ടാണ് ഞങ്ങളതിനെ കാണുന്നത്. കാരണം വേറൊന്നും കൊണ്ടല്ല, എനിക്ക് ഇവരെ എല്ലാവരെയും അറിയാം. ഒരു നല്ലൊരു ടീമാണ് യൂത്ത് കോൺഗ്രസിന് വന്നിരിക്കുന്നത്. എല്ലാവരും നല്ല കേപ്പബിൾ ആയിട്ടുള്ള, പ്രോമിസിംഗ് ആയിട്ടുള്ള യങ്സ്റ്റേഴ്സിനെയാണ് ലീഡർഷിപ്പിൽ കൊണ്ടുവന്നിട്ടുള്ളത്. നല്ലൊരു ടീം വർക്കിന് വേണ്ടിയിട്ടുള്ള ഒരു ടീമിനെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. എല്ലാവർക്കും അവരുടേതായ പ്രസക്തിയും എല്ലാവർക്കും അവരുടേതായ സ്ട്രെങ്തും എല്ലാവർക്കും അവരുടേതായുള്ള സംഘടനാ പാരമ്പര്യവും ചരിത്രവുമുണ്ട്. അപ്പോൾ ആ നിലയിൽ മികച്ച ഒരു ടീമിനെ യൂത്ത് കോൺഗ്രസ് നൽകാൻ കഴിഞ്ഞു എന്നാണ് ഈ ഘട്ടത്തിൽ ഞാൻ കാണുന്നത്. അല്ല, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പാർട്ടി ഒരു തീരുമാനം എടുക്കുമ്പോൾ അതിൽ ഒരുപാട് ഫാക്ടേഴ്സ് കാണും. ഒരുപാട് ഫാക്ടേഴ്സ്, എല്ലാ ഫാക്ടറും ഒരുപക്ഷെ പരസ്യമായി ഡിസ്കസ് ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. പക്ഷേ ഇന്നത്തെ കേരളത്തിൻ്റെ സാഹചര്യത്തിൽ ഏറ്റവും അനുയോജ്യമായ തീരുമാനം എന്ന് തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾക്കെല്ലാം മികച്ച പ്രതീക്ഷയും ഉജ്ജ്വലമായിട്ടുള്ള ഒരു പ്രവർത്തനവും യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും. വരും ദിവസങ്ങളിൽ നിന്ന് കാണാൻ കഴിയും. ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷനായി കടന്നു വന്ന
ശ്രീ ഒ ജെ ജനീഷ് എനിക്ക് വളരെ ചെറുപ്പം മുതലേ അറിയാവുന്ന ഒരാളാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പാർട്ടി പല ഘട്ടങ്ങളിലും എടുക്കുന്ന തീരുമാനങ്ങൾ ഞങ്ങളെ സംബന്ധിച്ച് അഭിമാനമുള്ളൊരു കാര്യം. ഞങ്ങൾക്ക് ഞാനിപ്പോൾ ഒരുപക്ഷെ ഞാനത് പറയുന്ന അപ്രോപ്രിയേറ്റ് ആണോ എന്ന് എനിക്കറിയില്ല, എന്നാൽ പോലും ഈഴവ സമുദായത്തിൽ നിന്നും ഞങ്ങൾക്ക് വളരെ നേതാക്കന്മാർ കുറവുള്ള ഒരു മികച്ച നേതാക്കന്മാർ എം ലിജു യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് വന്നതിന് ശേഷം ഞങ്ങൾക്കൊരു മികച്ച ഒരു യുവജന നേതാവിനെ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞത് ജനീഷിലൂടെയാണ്. അദ്ദേഹം ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് വരുന്നു. ഈഴവ സമുദായത്തിൽ നിന്ന് പെട്ട ഒരു ആള് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് വരുന്നതിന് വളരെ സന്തോഷത്തോടുകൂടി കാണുന്ന ഒരാളാണ് ഞാൻ. കാരണം കോൺഗ്രസ് കഴിഞ്ഞ ഏറെ കാലമായി ആ വിഭാഗത്തിൽ നിന്ന് അല്ലെങ്കിൽ പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്നൊക്കെ മികച്ച നേതൃത്വത്തെ വാർത്തെടുക്കണം എന്നുള്ള ഒരു വിചിന്തിതമായിട്ടുള്ളൊരു തീരുമാനം അതിൻ്റെ പിന്നിലും ഉണ്ട്. തീർച്ചയായിട്ടും അത് മാത്രമല്ല, ഒ ജെ ജനീഷ് കഴിഞ്ഞ കാലങ്ങളിൽ KSU യൂത്ത് കോൺഗ്രസ് സമയങ്ങളിൽ യൂത്ത് കോൺഗ്രസിൻ്റെ തൃശ്ശൂർ ജില്ലാ അധ്യക്ഷൻ, ഒരുപക്ഷെ യൂത്ത് കോൺഗ്രസിൻ്റെ അവസാനത്തെ സംസ്ഥാന സമ്മേളനം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എത്ര ഉജ്ജ്വലമായിട്ടാണ് സംഘടിപ്പിച്ചതെന്ന്. ഒരുപക്ഷെ അദ്ദേഹത്തിന് അതിൻ്റെ പേരിൽ നിങ്ങളാരും അദ്ദേഹത്തെ മറ്റേ റീൽസിലോ അല്ലെങ്കിൽ മറ്റേ ഇതിലോ കണ്ടിട്ടൊന്നും വരില്ല. പക്ഷേ തൃശ്ശൂർ ജില്ലയുടെ ജില്ലാ അധ്യക്ഷനായിട്ടിരുന്ന് അതിൻ്റെ ബാക്ക് ബോണായി നിന്ന ആളാണ്. എല്ലാവരും ഒരുപക്ഷെ നിങ്ങൾ കാണുന്ന പോലെ ഇന്ന് മീഡിയയുടെ മുമ്പിലോ എല്ലാവരും റീൽസിൻ്റെ മുമ്പിലോ ഉണ്ടാക്കണമെന്നില്ല. അപ്പോൾ ഏറ്റവും റിയലായി പ്രവർത്തിക്കുന്ന നേതാക്കന്മാർക്കും ഈ പാർട്ടിയിൽ അവസരമുണ്ട്. ആ നിലയിലുള്ള ഒരു ടീമിനെയാണ് ഈ തവണ നമ്മൾ എലിവേറ്റ് ചെയ്തിട്ടുള്ളത്. ഞാൻ തികച്ച ഉജ്ജ്വലമായ പ്രതീക്ഷ യൂത്ത് കോൺഗ്രസിനെ കുറിച്ചുണ്ട്. ഒ ജെ ജനീഷും ടീമും ഒരിക്കലും കേരളത്തെ നിരാശപ്പെടുത്തില്ല. വരും നാളുകളിൽ പ്രതിപക്ഷ യുവജന സംഘടനയുടെ ദൗത്യം ഏറ്റവും ഉജ്ജ്വലമായി അവർ നിറവേറ്റും. കേരളത്തിൽ തന്നെ പ്രവർത്തിക്കാൻ താല്പര്യമുണ്ടെന്നാണ് അബിൻ വർക്കി അടക്കം പറഞ്ഞത്. കേരളത്തിൽ തന്നെ പ്രവർത്തിക്കാൻ താല്പര്യമുണ്ട് എന്നാണ് അബിൻ വർക്കി പറഞ്ഞത്. അപ്പോൾ ദേശീയ സെക്രട്ടറി ആക്കിയത് എന്തുകൊണ്ടായിരിക്കും? നേരത്തെ തന്നെ ഈ പറഞ്ഞ അഭിജിത്തൊക്കെ ഈ ദേശീയ സെക്രട്ടറി പദവി വേണ്ട എന്ന് 2 വർഷം മുമ്പ് പറഞ്ഞ ആളുകളാണ്. ഇല്ല, ആ നിലയിലല്ല അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിന് കേരളത്തിൽ പ്രവർത്തിക്കാൻ സ്വാഭാവികം, എല്ലാവർക്കും അങ്ങനെയല്ലേ. നമ്മളിപ്പോൾ കേരളത്തിൽ നിന്ന് ഏത് നേതാവിനെ പരിശോധിച്ചാലും അവരെല്ലാവരും കേരളത്തിൻ്റെ രാഷ്ട്രീയത്തോട് ഹൃദയം കൊണ്ട് വിളക്കപ്പെട്ടവരാണ്. ഇപ്പോൾ സാക്ഷാൽ സംഘടനാ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന KC വേണുഗോപാൽ, അദ്ദേഹത്തിന് രാജ്യം മുഴുവനുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടി വരുമ്പോഴും അദ്ദേഹത്തിന് കേരളത്തിൻ്റെ ഓരോ രാഷ്ട്രീയ ചലനത്തിലും എന്തുമാത്രം അദ്ദേഹം ഇൻവോൾവ് ആണെന്ന് നമുക്കറിയാം. ബഹുമാന രമേശ് ചെന്നിത്തല, അദ്ദേഹം മഹാരാഷ്ട്രയുടെ ചുമതല വഹിക്കുന്ന വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്. അദ്ദേഹം ദേശീയ തലത്തിൽ പല ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുകയും ദേശീയ തലത്തിലെ കാര്യങ്ങൾ പാർട്ടി നിർവഹിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം അദ്ദേഹം കേരളത്തോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്നതല്ലേ. അപ്പോൾ ഞാൻ ദേശീയ ഭാരവാഹത്തിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. ഞാനാണെങ്കിലും ലിജു ആണെങ്കിലും വിഷ്ണു ആണെങ്കിലും ഞങ്ങളൊക്കെ ദേശീയ ഭാരവാഹികളായിരുന്നതാണ്. അന്നേരമൊക്കെ ഞങ്ങൾ കേരളത്തിലെ കാര്യങ്ങളിൽ നിന്ന് ഒട്ടും വിട്ടു നിൽക്കേണ്ടി വന്നിട്ടില്ല. അബിൻ കേരളത്തിലെ ഒരു മികച്ച യുവജന രാഷ്ട്രീയ നേതാവാണ്. കേരളത്തിൽ നിറഞ്ഞു നിന്ന് പ്രവർത്തിക്കുന്നതാണ്. അദ്ദേഹത്തിന് അതിലൊരു കുറവും വരുത്തേണ്ടി വരില്ല. ഇതൊരു അഡീഷണൽ അംഗീകാരമായി, ഒരു അഡീഷണൽ ഉത്തരവാദിത്തമായി കൂടുതൽ കേരളത്തിൻ്റെ മണ്ണിൽ നിറഞ്ഞു നിന്ന് പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് കഴിയും. ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ അദ്ദേഹം സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പും ഒക്കെ അടുത്ത് വരുന്നതുകൊണ്ട് കൂടുതൽ സമയം ചെലവഴിക്കേണ്ടി വരുമോ എന്നുള്ള അതിനൊക്കെയുള്ള ഒരു സൗകര്യം ദേശീയ നേതൃത്വം ചെയ്തു കൊടുക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇല്ലില്ല, അങ്ങനെ അദ്ദേഹം പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് കൂടുതലായി കേരളത്തിൽ നിന്ന് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അതൊരു തെറ്റല്ല, അത് സ്വാഭാവികമായിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള വികാരം തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. അതിലൊരു തെറ്റുമില്ല. അങ്ങനെയൊന്നും അദ്ദേഹം പറഞ്ഞില്ലെന്ന്. അത് നിങ്ങൾ അങ്ങനെ ധരിക്കുന്നു എന്നാണ് അദ്ദേഹം ചോദിച്ചത്. ഞാൻ ക്രിസ്ത്യാനി ആയതുകൊണ്ട് തന്നെ മാറ്റിയത് അങ്ങനെയൊന്നുമില്ല. ബട്ട് ഓഫ് കോഴ്സ് ഞാൻ പറഞ്ഞില്ലേ, നമുക്കിപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു രാഷ്ട്രീയത്തിൽ അങ്ങനെ നമ്മൾ ഇത് പറയേണ്ട കാര്യമില്ല. ഏറ്റവും മികച്ച ഇന്നത്തെ ഘട്ടത്തിൽ ഇന്നത്തെ സമയത്ത് കോൺഗ്രസ് എടുത്തത് ഏറ്റവും ഉചിതമായ ഒരു തീരുമാനം യൂത്ത് കോൺഗ്രസിൻ്റെ കാര്യത്തിൽ കൈക്കൊണ്ടു എന്നുള്ള അഭിമാനം ഞങ്ങൾക്കുണ്ട്. താങ്ക് യു.